നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാണിക്കത്തറ, പാണഞ്ചേരി LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. LDF മാണിക്കത്തറ പഞ്ചായത്ത് കൺവെൻഷൻ അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് പരിധിയിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ വിതരണം ചെയ്യുന്ന പ്രഭാത ഭക്ഷണം ഭക്ഷ്യയോഗ്യമല്ലെന്ന് രക്ഷിതാക്കളുടെ പരാതി. തെക്കുങ്ങന പഞ്ചായത്തിലെ 15-ാം വാർഡിലെ ചെമ്പോട് പ്ലാനി റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായി. വിശദമായ വാർത്തകളിലേക്ക്. മാണിക്കത്തറ ഗ്രാമപഞ്ചായത്ത് LDF സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് ARD സെക്രട്ടറിക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. 11-ാം വാർഡിൽ ജെയ്സൺ ജോണി, 12-ാം വാർഡ് തുളസി സുരേഷ്, 2-ാം വാർഡ് രചന ഹരിദാസ്, 10-ാം വാർഡ് ഗീതു രതീഷ്, 14-ാം വാർഡ് മിനി സുരേഷ്, 7-ാം വാർഡ് ശിവദാസൻ മാടിച്ചിമ്പാറ, 18-ാം വാർഡ് സുകന്യ ബൈജു, 4-ാം വാർഡ് സന്ദീപ് KS, 8-ാം വാർഡ് സുജിത രമേശ്, 13-ാം വാർഡ് സാവിത്രി രാമചന്ദ്രൻ, 6-ാം വാർഡ് ഗ്രേസി ജെയിംസ്, 17-ാം വാർഡ് സതി അജയൻ, 10-ാം വാർഡ് രുദ്ര VS, 3-ാം വാർഡ് EV പുഷ്പൻ, മാറ്റാപ്പുറം അമൃത വിനോജ്, 9-ാം വാർഡ് AM അശോകൻ, 5-ാം വാർഡ് സണ്ണി ചെന്നിക്കര, 15-ാം വാർഡ് KP പ്രശാന്ത് തുടങ്ങിയവർ തിങ്കളാഴ്ച 11 മണി മുതൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുമായ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത്. നവംബർ 21 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയം. സൂക്ഷ്മ പരിശോധന നവംബർ 22-ന്. പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിവസം നവംബർ 24. ഡിസംബർ 11-നാണ് വോട്ടെടുപ്പ്. ഡിസംബർ 13-ന് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും. LDF മാണിക്കത്തറ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ മത്സരിക്കുന്ന 18 സ്ഥാനാർത്ഥികളെയും ജില്ലാ ബ്ലോക്ക് സ്ഥാനാർത്ഥികളെയും കൺവെൻഷനിൽ പ്രഖ്യാപിച്ചു. MM അവറാച്ചൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മേരി തോമസ്, സണ്ണി ചെന്നിക്കര, PR സുരേഷ് ബാബു, VS സനൂപ്, സാജൻ പോൾ, പ്രസാദ് പറയരി, കനിഷ്കൻ വല്ലൂർ, മാർട്ടിൻ നാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിഭൂമി കൃഷിക്കാരന് കൊടുത്തു ചുരുക്കാം. അങ്ങനെ വന്നതായി വിദ്യാഭ്യാസ മേഖലയിൽ ഉച്ചക്കഞ്ഞി പ്രഖ്യാപിച്ചു. അപ്പൊ കുട്ടികളെ അക്ഷരം പഠിക്കാനൊന്നല്ല അമ്മമാര് വീട്ടിൽ സ്കൂളുകളിലേക്ക് കുട്ടികളെ അയച്ചത്. ഒരു നേരത്തെ വിശപ്പ് മാറൂല്ലോ. വലിയ കിണ്ണം നിറച്ച് വെള്ളം കുറച്ച് വെക്കായിട്ട് തുടങ്ങി. അങ്ങനെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി മാത്രം സ്കൂളിൽ പോകുന്ന കുട്ടികളാ. പഠിക്കാനൊന്നുമില്ല, പാസ്സാവാനില്ല. പക്ഷേ ടീച്ചർ ബോർഡിൽ ചില അക്ഷരങ്ങളൊക്കെ എഴുതി കുട്ടികൾ പഠിച്ചു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ 2-ലായി, പിന്നെ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ 10-ാം ക്ലാസ്സായി, കുറേ എണ്ണം പാസ്സായി. പാസ്സായവരൊക്കെ ജോലി അന്വേഷിച്ച് പോയി. എവിടേക്ക്? മദ്രാസ്, ബോംബെ, കൽക്കട്ട, അന്നത്തെ ദുബായ് അതാണ്. അങ്ങനെ പോയ ആളുകൾ അത്യാവശ്യം കുറച്ച് കാശൊക്കെ വീടുകളിലേക്ക് അയക്കാൻ തുടങ്ങി. വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്നും അതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. അമൃത വിനോജിനെ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. 2-ാം വാർഡ് താണിക്കുളത്ത് നിന്ന് ജനവിധി തേടുന്നത് സഖാവ് രചന ഹരിദാസ് ആണ്. വാർഡ് 3 മുട്ടിക്കലിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സഖാവ് EV പുഷ്പനാണ്. വാർഡ് 4 താണിക്കുളത്ത് നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് LDF-ന് വേണ്ടി മത്സരിക്കുന്നത് സഖാവ് സന്ദീപ് KS ആണ്. വാർഡ് 5-ൽ നിന്ന് ജനവിധി തേടുന്ന സഖാവ് സണ്ണി ചെന്നിക്കരയെ ക്ഷണിക്കുകയാണ്. വാർഡ് 6 400 kV സബ്സ്റ്റേഷനിൽ നിന്ന്
ജനവിധി തേടുന്ന സഖാവ് ഗ്രേസി ജെയിംസിനെ ക്ഷണിക്കുന്നു. വാർഡ് 7 ചിറക്കോട് നിന്ന് ജനവിധി നേടുന്ന സഖാവ് ശിവദാസൻ മാടച്ചിമ്പാറ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. വാർഡ് 8 പാണ്ടിപ്പറമ്പിൽ നിന്ന് ജനവിധി നേടുന്ന സഖാവ് സുജിത രമേശ്. വാർഡ് 9 കിഴക്കേ വെള്ളാനിക്കരയിൽ നിന്ന് ജനവിധി നേടുന്ന സഖാവ് AM അശോകൻ. വാർഡ് 10 കോട്ടയപ്പാടത്ത് നിന്ന് ജനവിധി തേടുന്നു സഖാവ് ഗീതു രതീഷ്. വാർഡ് 11 പനഞ്ചകത്ത് നിന്ന് ജനവിധി തേടുന്നു സഖാവ് ജെയ്സൺ ജോണി. വാർഡ് 12 പടിഞ്ഞാറ വെള്ളാനിക്കരയിൽ നിന്ന് LDF സാരഥിയായി മത്സരിക്കുന്നു സഖാവ് തുളസി സുരേഷ്. വാർഡ് 13 മാടക്കത്രയിൽ നിന്ന് സഖാവ് സാവിത്രി രാമചന്ദ്രൻ. വാർഡ് 14 ഊരഞ്ചേരിയിൽ നിന്ന് സഖാവ് മിനി. വാർഡ് 15 പുല്ലാനിക്കാടിൽ നിന്ന് സഖാവ് KP പ്രശാന്ത്. വാർഡ് 16 കള്ളായിൽ നിന്ന് സഖാവ് അഡ്വക്കേറ്റ് രുദ്ര VS. വാർഡ് 17 വെള്ളാനിശ്ശേരി സഖാവ് സബിയ ജയൻ. വാർഡ് 18 പൊങ്ങണങ്ങാട് സഖാവ് സുകന്യ ബൈജു. ബ്ലോക്ക് പഞ്ചായത്തിലെ 3 ഡിവിഷനുകളാണ് നമ്മുടെ മാടക്കത്ര ഗ്രാമം. LDF സ്ഥാനാർത്ഥികൾ: പാണഞ്ചേരി സന്ധ്യ ടീച്ചർ, ചെമ്പൂത്ര സാവിത്രി സദാനന്ദൻ, പട്ടിക്കാട് PJ അജി, താണിപ്പാടം ഷൈനി വർഗീസ്, പൂവൻചിറ വിൽസൺ ചെമ്പനാൽ, ചുവന്നമണ്ണ് മേരി ഏലിയാസ്, വാണിയമ്പാറ സനിൽ വാണിയമ്പാറ, കൊമ്പഴ NK വിജയൻകുട്ടി, വഴക്കുംപാറ ലേഖ ടീച്ചർ, തിക്കുംപാടം സുജിത സുരേഷ്, ഇടപ്പലം കൃപ CK, മയിലാട്ടുംപാറ സ്വപ്ന രാധാകൃഷ്ണൻ, പൊടിപ്പാറ മുബീന നസീർ, പീച്ചി ഡോളി ലിൻസൺ, താമരവെള്ളച്ചാൽ സജി KT, വിലങ്ങന്നൂർ സരിത VG, കണ്ണാറ KK സുബ്രഹ്മണ്യൻ, വീണ്ടശ്ശേരി KE പൗലോസ്, പയ്യനം അനിത KV, മാരാക്കൽ റെജീന ബാബു, കൂട്ടാല ഫ്രാൻസിന ഷാജു, ആൽപ്പാറ രാജു പാറപ്പുറം, ചിറക്കുന്ന് ജിജി മാധവൻ, മുടിക്കോട് ശിവപ്രശോഭ് PS, ബ്ലോക്ക് പഞ്ചായത്ത് പാണഞ്ചേരി ഡിവിഷൻ KA അബൂബക്കർ, PG ഡിവിഷൻ മാത്യു നൈനാൻ, മയിലാടുംപാറ ഡിവിഷൻ അജിത മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് PG ഡിവിഷൻ PS വിനയൻ. നടത്തറ പഞ്ചായത്ത് പരിധിയിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ വിതരണം ചെയ്യുന്ന പ്രഭാത ഭക്ഷണം ഭക്ഷ്യയോഗ്യമല്ലെന്ന് പരാതി. പ്രതിഷേധവുമായി സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും. നടത്തറ പഞ്ചായത്ത് പരിധിയിലെ ചേരുംകുഴി, മൂർക്കനിക്കര എന്നിവിടങ്ങളിലെ ഗവൺമെന്റ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പ്രഭാത ഭക്ഷണം നൽകുന്നത്. എന്നാൽ ഈ ഭക്ഷണം ഏതാനും തവണകളായി ഭക്ഷ്യയോഗ്യമല്ലാത്ത രീതിയിലാണ് സ്കൂളിലേക്ക് എത്തുന്നത്. പലവട്ടം ഈ കാര്യം ബന്ധപ്പെട്ടവരെ അറിയിച്ചുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും രക്ഷിതാക്കൾ പറയുന്നു. ഇതേ തുടർന്നാണ് തിങ്കളാഴ്ച രാവിലെ സ്കൂളിലേക്ക് ലഭിച്ച പഴകിയ ഇഡ്ഡലിയുമായി സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും നടത്തറ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകാനായി ലഭിച്ച ഭക്ഷണം തീർത്തും അഴുകിയ നിലയിലും രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലുമാണ്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെ ഈ ഭക്ഷണവുമായി രക്ഷിതാക്കൾ പ്രതിഷേധിച്ചു. പലതവണ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്നും തുടർന്ന് ഈ കാര്യം ചൂണ്ടിക്കാട്ടി സ്കൂൾ പ്രധാനാധ്യാപിക രേഖാമൂലം പഞ്ചായത്തിന് പരാതി നൽകിയെങ്കിലും അതും തിരിഞ്ഞു നോക്കിയില്ലെന്നും രക്ഷിതാക്കൾ പറയുന്നു. പയ്യനത്ത് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ കാറ്ററിംഗ് യൂണിറ്റാണ് സ്കൂളിലെ ഭക്ഷണ വിതരണ ചുമതല. ഇവരെ എത്രയും വേഗം ഭക്ഷണ വിതരണത്തിൽ നിന്നും ഒഴിവാക്കി നടപടിയെടുക്കണമെന്നും ഇത്രയും വൃത്തിഹീനമായ ഭക്ഷണം സ്കൂളിൽ ലഭിച്ച വിവരം ആരോഗ്യ വകുപ്പിനെ അറിയിച്ചപ്പോൾ പരിശോധനയ്ക്ക് വരാൻ ആളില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തതെന്നും ഇവർ പറയുന്നു. സ്കൂൾ പ്രധാനാധ്യാപകർ, PTA അംഗങ്ങൾ, കോൺഗ്രസ് നേതാക്കളായ ML ബേബി, ബിന്ദു കാട്ടുങ്കൽ, ജിത്ത് ചാക്കോ തുടങ്ങിയവരും പ്രതിഷേധക്കാർക്കൊപ്പം ഉണ്ടായിരുന്നു. മനസ്സിലായ ചെറുതല്ല ഈ സാധനം കുട്ടിയെ കൊണ്ടുപോയിട്ട് ഇതിന്റെ അടിവശം വേറെയാ. ഇത് വേണമെങ്കിൽ പഞ്ചായത്തിലുള്ളവർക്ക് ഓരോന്ന് പിടിക്കട്ടെ. നല്ല സാധനം ഇതുണ്ടോ? ആർക്ക് വേണേലും തെറ്റാണെങ്കിൽ പറഞ്ഞോ. ഈ സാധനം കുട്ടിയെ കൊണ്ട് കൊടുത്തിട്ട് എന്തേലും സംഭവിച്ചാ എന്താ പറയാ? നമ്മളിത് മുമ്പേ ഒരു കഷ്ണം ഞാൻ കൊണ്ടുവന്നു.
അതെ, ചേരുമൊഴി സ്കൂളിൽ നിന്ന് ഒരു പരാതിയായിട്ടാണ് ഇപ്പോൾ പഞ്ചായത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ സംബന്ധിച്ചാണ് ഇപ്പോൾ പഞ്ചായത്തിലേക്ക് വന്നത്. അപ്പോൾ ഈയിടെ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫുഡ് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്ന് അതേപോലെ തന്നെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഫുഡ് ഇഡ്ഡലിയൊക്കെ അങ്ങോട്ട് കുഴഞ്ഞിട്ടാണ് വന്നത്. ഇത് ഈ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ല. എൻ്റെ വൈഫാണ് ഈ കഴിഞ്ഞ ആഴ്ച ഇതേപോലെ തന്നെ ഫുഡിൻ്റെ കംപ്ലൈൻറ്റ് പറ്റിയിട്ട് ആശുപത്രി കിടന്ന് 7 ദിവസം കിടന്നത്. കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണമാണെന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്ന സാധനം ഇതാണ്. അത് ഇന്ന് എന്തായാലും അതുകൊണ്ട് പഞ്ചായത്തിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിന് വേണ്ട തീരുമാനം എടുക്കണമെന്ന് തന്നെയാണ് മാതാപിതാക്കൾ എന്ന നിലയിലും സ്കൂളിൻ്റെ ഒരു രക്ഷാധികാരി എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത്. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണി കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വടക്കാഞ്ചേരി റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായതായി നാട്ടുകാർ. തെക്കുംകര പഞ്ചായത്തിലെ 15-ാം വാർഡിൽ ചെമ്പോട് പ്ലാനി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ 40ഓളം കുടുംബങ്ങളാണ് യാത്രാ ദുരിതം പേറുന്നത്. വാഴാനി വെള്ളം കനാലിലേക്ക് തുറന്നുവിട്ടാൽ വെള്ളത്തിൽ ചവിട്ടി വേണം വിദ്യാർത്ഥികൾ, ജോലിക്ക് പോകുന്നവർ തുടങ്ങി ഇവിടെ വസിക്കുന്നവർക്ക് മറ്റു പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ.
കൂടാതെ കനാൽ പരിസരമായതിനാൽ ശക്തമായ മഴ പെയ്താൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഒഴുകിയെത്തുന്നതിനാൽ പരിസര പ്രദേശമാകെ ദുർഗന്ധപൂരിതമാണ്. കൂടാതെ സാംക്രമിക രോഗങ്ങളുടെ പിടിയിൽ അമരുമോ എന്ന ആശങ്കയും നിഴലിക്കുന്നു. 10 വർഷത്തോളമായി ഈ ദുരിതക്കടലിൽ നീന്തി തുടിക്കുകയാണ് ഈ പ്രദേശത്തുകാർ. സങ്കീർണമായ ഈ പ്രശ്നം പഞ്ചായത്തിലും വാർഡ് മെമ്പർ തുടങ്ങിയ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നിസ്സംഗത പുലർത്തുകയാണ് എന്ന പരാതിയും ശക്തമാണ്. യാത്രാസഞ്ചാരത്തിന് വിലങ്ങുതടിയായ ഈ ന്യൂനത പരിഹരിച്ചില്ലെങ്കിൽ പ്രതിഷേധമെന്ന നിലയിൽ വോട്ട് ചെയ്യുവാൻ പോകണോ എന്ന് ആലോചിക്കേണ്ടി വരുമെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഈ വെള്ളം കെട്ടി നിന്നിട്ട് കൊതുവിന്റെ ശല്യാണ്. രാത്രിയും പകലും കൊതു വീട്ടിന്റെ ഉള്ളില് കൊതുവിന്റെ കളിയാ. വെള്ളം എവിടേക്കും വിടാൻ ഞങ്ങൾക്ക് ഒരു താപ്പൂല്ല. പിന്നെ എന്ത് ചെയ്യും? ഈ കരച്ചിൽ തന്നെ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ പിന്നുള്ളവരെ പഠിക്കണ്ട. 2015 കാലഘട്ടത്തില് ഈ വാർഡിലെ മെമ്പറായിരുന്ന അസനാരിക, അന്ന് UDFന്റെ മെമ്പറായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ റോഡ് ഇവിടെ വന്നത്. ആ റോഡ് വന്നതിന് ശേഷമാണ് ഇത് ഗതാഗത സൗകര്യം വന്നത്. അതിനുശേഷം കഴിഞ്ഞ 10 വർഷമായിട്ട് LDF ആണ് ഇവിടെ ഭരിക്കുന്നത്. LDFന്റെ ഈ കാലഘട്ടത്തിൽ ഈ റോഡിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഗതാഗത യോഗ്യമല്ലാത്തൊരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടുകുഴിയായി. ഇപ്പോൾ ഈ കുഴിയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. മാത്രമല്ല ഇറിഗേഷൻ കനാലാണ് മുകളിൽ കൂടെ പോണത്. ആ കനാലിൽ വെള്ളം കെട്ടി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം പൊന്തും. ഈ വെള്ളം ഇവിടുത്തെ സെപ്റ്റി ടാങ്കിൽ ഇറങ്ങി കിണറ്റിലെ വെള്ളം മലിനമായി കൊല്ലം തോറും കോളറ, മഞ്ഞപ്പിത്തം മുതലായ മാരക രോഗങ്ങൾ ഇവിടെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. LDFന്റെ ഈ തിരിഞ്ഞു നോക്കാത്ത അനാസ്ഥ മൂലമാണ് ഇത് പരിഹരിക്കപ്പെടാത്തത്. 2010-15 കാലഘട്ടത്തിൽ ഇതിൽ ഒരു വാഹനം പോകുക എന്നുള്ളത് വളരെ ദുർഘടമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഇവിടെ വന്ന് റോഡുകളിലൊക്കെ എല്ലാവരും കുറേ സ്ഥലം എടുത്ത് റോഡുകളൊക്കെ സംഘടിപ്പിച്ച് അറ്റം വരയ്ക്ക് എത്തിച്ചു. അങ്ങനെ എത്തിക്കുന്നതായി വളരെ അത് സ്ഥലത്തിൽ പലർക്കും തരാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും വണ്ടി പോകാവുന്ന സൗകര്യം ഉണ്ടാക്കി തന്നു. അപ്പോൾ ഈ അന്നത്തെ സാഹചര്യം അനുസരിച്ചിട്ട് നമ്മൾ ഈ റോഡ് അന്ന് ഈ ഫ്ലഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഈ റോഡ് 5 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഈ റോഡ് അന്ന് പണിത്. അന്ന് CM ബാലകൃഷ്ണൻ മന്ത്രിയായിരിക്കുന്ന അതേ കാലയളവ് അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. അത് കഴിഞ്ഞ് അന്നത്തെ കാലത്ത് നമ്മൾ ആ സാഹചര്യത്തിലൊക്കെ ചെയ്തു പോകും. പിന്നെ പരിഷ്കരണത്തിനനുസരിച്ച് ശാസ്ത്രീയമായി റോഡ് നിർമ്മിച്ചാൽ ഈ റോഡിൻ്റെ അനാസ്ഥ പരിഹരിക്കാൻ കഴിയും. 10 വർഷമായിട്ട് രണ്ട് ഭരണം മാറി വന്നാലും ഈ റോഡിനല്ല മറ്റു പല റോഡുകൾക്കും ഇതന്നെ ഗതി. ഈ റോഡിന് പ്രത്യേകിച്ചും പള്ളി റോഡായാലും ഇത് തന്നെ കിടക്കുന്നത്. പള്ളിയോടേക്ക് ഇറങ്ങുന്നത് അറ്റത്തേക്ക് എത്തുന്ന റോഡായാലും ഈ റോഡിൻ്റെതായാലും കോളനിയിൽ നിന്ന് ആളുകൾ വരെ എല്ലാ ആളുകളും ഈ ആ റോഡ് കൂടെ യാത്ര ചെയ്യുന്നത്. പിന്നെ പള്ളി പോകാനും എല്ലാറ്റിനും ഇതിൽ നേരെ പല്ലമ്പാറ സ്കൂളിലേക്ക് എല്ലാ അവിടേക്ക് കൂടി പോകാൻ ഒരു എളുപ്പ വഴി നിലയ്ക്കാണ് എന്നാൽ ഈ റോഡ് നമുക്ക് തുറക്കാവുന്നത്. ആ റോഡ് വളരെ ഉപയോഗമാണ്. അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇതുവരെ അത് സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ UDFന് അധികാരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്ന യാതൊരു തർക്കമില്ല എന്ന് മാത്രം പറഞ്ഞു. ഇടതുപക്ഷ അംഗത്വം ഉപേക്ഷിച്ചുകൊണ്ട് സന്ധ്യ രാജു ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്കൽ ആം ആദ്മി പാർട്ടി അംഗത്വം നൽകി സ്വീകരിച്ചു. തൃശൂർ കോർപ്പറേഷനിൽ ഡിവിഷൻ 4 വിയ്യൂരിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനും മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കുവാനും തീരുമാനിച്ചതായി പാർട്ടി നേതൃത്വം അറിയിച്ചു. കോഴിക്കോട് നിന്നും ആരംഭിച്ച ഓപ്പറേഷൻ ചൂൾ 2ാം ഘട്ടം തൃശൂരിൽ സംഭവിച്ചുവെന്ന് സംസ്ഥാന യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിതിൻ സദാനന്ദൻ പറഞ്ഞു. മുൻ സംസ്ഥാന സെക്രട്ടറി റാണി ആൻഡോ, ജില്ലാ വൈസ് പ്രസിഡന്റ് സിന്ധു സന്തോഷ്, ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ CS, മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ, സെക്രട്ടറി ആനന്ദ് PR തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സന്ധ്യ രാജു. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വിയ്യൂർ 4ാം ഡിവിഷൻ്റെ ആം ആദ്മി പാർട്ടിയുടെ ചൂലിൻ്റെ ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുന്ന വിവരം നിങ്ങളെ വളരെ സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കാത്ത ആളുകളല്ലല്ലോ നമ്മൾ. അപ്പോൾ എന്തെങ്കിലും നല്ലൊരു മാറ്റത്തിന് വേണ്ടി കേരളത്തിലേക്ക് നല്ലൊരു മാറ്റം ആം ആദ്മിയുടെ ഒരു തുടക്കത്തോടു കൂടി നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും നല്ല സഹകരണങ്ങളും അതുപോലെ തന്നെ വോട്ടുകളും നല്ല സപ്പോർട്ടും നമുക്ക് കൂടെ ഉണ്ടാവണം എന്നുള്ളതും നല്ലൊരു തുടക്കത്തിന് വേണ്ടി ഈ ഒരു എന്താ പറയുക എൻ്റെ ഈ ഒരു പുറപ്പാട് എൻ്റെ ഈ ഒരു നല്ലൊരു തുടക്കത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഉദ്യമത്തിലേക്ക് നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹവും സ്നേഹവും സപ്പോർട്ടും വേണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചരണവും UDFന് തലവേദന സൃഷ്ടിക്കുന്നു. നഗരസഭ, പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഇടയുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും പരിഹരിച്ച് രമ്യതയിലെത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ചില സ്വാധീനങ്ങളുടെ പിൻബലത്തിൽ
ഇഷ്ടതോഴന്മാർക്ക് അർഹതയില്ലാതെ മത്സരിക്കുവാൻ സീറ്റ് നൽകുന്നതിലും പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നവരെ തഴയുന്നതാണ് സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതും പ്രചരണം ആരംഭിക്കുന്നതെന്നുമാണ് വിലയിരുത്തൽ. വിഘടിച്ചു നിൽക്കുന്ന പ്രവർത്തകരെയും കൂട്ടിയാണ് ഇക്കൂട്ടർ രംഗത്തിറങ്ങിയിട്ടുള്ളത്. കൂടാതെ വിജയസാധ്യത പരിഗണിച്ചു വേണം സ്ഥാനാർത്ഥി നിർണയം നടത്തേണ്ടതെന്നും അതല്ലാതെ വ്യക്തിബന്ധങ്ങൾക്കും താൽപര്യങ്ങൾക്കും പരിഗണന നൽകരുതെന്നുമാണ് സ്വയം പ്രഖ്യാപിതരുടെ ഭാഷ്യം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും ഉടൻ യഥാർത്ഥ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും പറയുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരു കീറാമുട്ടിയായി തുടരുകയാണ്. കേരള ബ്രാഹ്മണ സഭ തൃശൂർ ടൗൺ യൂണിറ്റ് വനിതാ വിഭാഗം ഇന്ന് നടന്ന മീറ്റിംഗിൽ പ്രസിഡന്റായി ജയലക്ഷ്മി ശർമ്മയെയും സെക്രട്ടറിയായി വിജയലക്ഷ്മി രാമചന്ദ്രനെയും ഖജാൻജിയായി സീതാരാമസ്വാമിയെയും തെരഞ്ഞെടുത്തു. കൂടാതെ വൈസ് പ്രസിഡന്റായി രാധിക കൃഷ്ണൻ, രാധിക സംഗമേശ്വരൻ, കമല പത്മനാഭൻ എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി സുജാത കൃഷ്ണൻ, വിജയലക്ഷ്മി കൃഷ്ണൻ, ബി ജാനകി ബാലകൃഷ്ണൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. പൂങ്കുന്നം ജാനകിനാഥ് ഹാളിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ 150ഓളം വനിതാ പ്രതിനിധികൾ പങ്കെടുത്തു. മാടക്കത്തറ സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ യൗസപിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സമയത്തെ തിരുനാൾ ആഘോഷിച്ചു. ശനിയാഴ്ച കൂടുതുറക്കൽ വൈകിട്ട് 50 യൂണിറ്റുകളിൽ നിന്ന് പള്ളിയിലെത്തി സമാപിച്ചു. ഞായറാഴ്ച രാവിലെ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടന്നു. ഉച്ചയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം, വർണ്ണമഴ, തിരുമുറ്റമേളം എന്നിവ നടന്നു. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് കാലിക്കറ്റ് റെഡ് ബാൻഡ് അവതരിപ്പിക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കും.
ഊമയെ സൗഖ്യമാക്കിയിടയൻ അന്ധന കാഴ്ചയിനാഥൻ പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവരിയിൽ നാഥൻ പാദമിടറി പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവരിയിൽ നാഥൻ പാദമിടറി ഞാൻ എത്ര ഞാൻ എത്ര ഭാഗ്യവാൻ യേശു എൻ ജീവനെ കാനായിലെ കല്യാണനാളിൽ കൈഭരണിയിലെ വെള്ളമുന്തിരി നീര കാനായിലെ കല്യാണനാളിൽ കൈഭരണിയിലെ വെള്ളമുന്തിരി നീര. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. കുരിയച്ചിറയിലുള്ള പെട്രോൾ പമ്പിൽ നിന്നും ഒല്ലൂർ സ്വദേശിയുടെ ബൈക്ക് മോഷണം പോയ കേസിലെ പ്രതിയായ കോഴിക്കോട് താമരശ്ശേരി അമ്പയത്തോട് സ്വദേശിയായ പോന്നോത്ത് വീട്ടിൽ ഫൈസൽ എന്നയാളെയാണ് ഒല്ലൂർ പോലീസ് പാലക്കാട് നിന്നും പിടികൂടിയത്. ഒല്ലൂർ സ്വദേശി ബൈക്ക് കുരിയച്ചിറയിലെ പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തിരുന്നു. പിന്നീട് ബൈക്ക് മോഷണം പോവുകയായിരുന്നു. ഇക്കാര്യത്തിന് ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. സാങ്കേതിക സഹായത്തോടെയുള്ള അന്വേഷണത്തിലും സമാന രീതിയിലുള്ള മോഷ്ടാക്കളെക്കുറിച്ചുള്ള അന്വേഷണത്തിലും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള വിദഗ്ധ അന്വേഷണത്തിലും മോഷ്ടാവിനെ തിരിച്ചറിയുകയായിരുന്നു. പിന്നീട് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണ സംഘം അതിവിദഗ്ധമായി പ്രതിയെ പാലക്കാട് നിന്നും പിടികൂടുകയായിരുന്നു. അന്വേഷണത്തിൽ പ്രതിക്ക് താമരശ്ശേരി, വെള്ളായിൽ, കോഴിക്കോട് ടൗൺ, കളമശ്ശേരി എന്നീ സ്റ്റേഷനുകളിലായി സമാന രീതിയിലുള്ള 6ഓളം കേസുകളിലെ പ്രതിയാണെന്ന് കണ്ടെത്തി. അസിസ്റ്റന്റ് കമ്മീഷണർ CP സുധീരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 3000 രൂപ കടം കൊടുത്തത് തിരികെ ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് വീടുകയറി ആക്രമണം നടത്തിയ കേസിൽ 4 പ്രതികൾ റിമാൻഡിലേക്ക്. അന്തിക്കാട് സ്വദേശിയായ താണ്ടിയേക്കൽ വീട്ടിൽ നവീൻ എന്നയാളെ അന്തിക്കാടുള്ള വീട്ടുപറമ്പിലേക്ക് അതിക്രമിച്ചു കയറി നവീനെ അസഭ്യം പറഞ്ഞ് തടഞ്ഞു നിർത്തി കൊടുവാൾ കൊണ്ട് കഴുത്തിൽ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിന് പ്രതികളായ അന്തിക്കാട് കുട്ടപ്പായി എന്നറിയപ്പെടുന്ന രാകേഷ്, പുളിക്കൽ വീട്ടിൽ സന്തോഷ്, പുളിക്കൽ വീട്ടിൽ യദുകൃഷ്ണൻ, പുളിക്കൽ വീട്ടിൽ ശിവനന്ദൻ എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. പരാതിക്കാരനായ നവീനിന്റെ ഭാര്യയുടെ ബന്ധുക്കളാണ് പ്രതികളായ സന്തോഷ്, യദുകൃഷ്ണൻ, ശിവനന്ദൻ എന്നിവർ. 2.300 ലിറ്റർ വാറ്റ് ചാരായവുമായി പിടികൂടിയ പ്രതി റിമാൻഡിലേക്ക്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കല്ലൂർ മാവിൻചുവട് സ്വദേശി തെങ്ങിൻ വീട്ടിൽ റെജി എന്നയാളുടെ വീട്ടിൽ നിന്നുമാണ് റെജിയെ സർക്കാർ നിയമം മൂലം നിരോധിച്ച 2.300 ലിറ്റർ വാറ്റ് ചാരായവുമായി പിടികൂടിയത്. റെജി പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2005 ചാരായം വാറ്റിയ കേസിലും അമിതമായ ലാഭമുണ്ടാക്കുന്നതിനായി പണം പന്തയം വെച്ച് ചീട്ടുകളിച്ച കേസിലും പ്രതിയാണ്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആദം ഖാൻ, സബ് ഇൻസ്പെക്ടർ പ്രദീപ് ആൻഡ് പ്രൊബേഷൻ SI വിഷ്ണു, JSI മാരായ സുധീഷ്, ജോബി, ധനലക്ഷ്മി
ACPOമാരായ ബിജു, അരുൺ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാണിക്കത്തറ, പാണഞ്ചേരി LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. LDF മാണിക്കത്തറ പഞ്ചായത്ത് കൺവെൻഷൻ അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് പരിധിയിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ വിതരണം ചെയ്യുന്ന പ്രഭാത ഭക്ഷണം ഭക്ഷ്യയോഗ്യമല്ലെന്ന് രക്ഷിതാക്കളുടെ പരാതി. തെക്കുങ്ങന പഞ്ചായത്തിലെ 15-ാം വാർഡിലെ ചെമ്പോട് പ്ലാനി റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.